ഹായ് നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നിപ്പോൾ ഒരു വീഡിയോയുമായിട്ട് എത്താൻ കാരണം മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ഒരു ആ, വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമിയോ റോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ചത്ത പച്ച എന്ന സിനിമ. ഈ ചത്ത പച്ച എന്ന് പറഞ്ഞ ആ സിനിമയിൽ എന്തായാലും മമ്മൂട്ടിക്കൊരു നല്ല റോളുണ്ടെന്ന് അതിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ചിത്രത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ട് അവരൊരു പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിൻ്റെ സംവിധാനം ഒരു അദ്വൈത് നായർ എന്ന് പറഞ്ഞ ഒരു താരതമ്യേന പുതുമുഖമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ചിത്രം അദ്ദേഹം എടുത്തു വയ്ക്കുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും WWF WWE അങ്ങനെ തരത്തിലുള്ള റെസ്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിലൊരു സിനിമയാണ്. ചിത്രത്തിൽ മമ്മൂക്കയുടെ റോൾ ഒരു കോച്ചിൻ്റേതാണെന്നൊക്കെ പറയപ്പെടുന്നു. എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയായിരിക്കും എന്നൊക്കെ. എന്തായിരിക്കും സ്റ്റണ്ടിന് നല്ല പ്രാധാന്യമുള്ള സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ്. ചിത്രത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള യുവതാരങ്ങൾ റോഷൻ മാത്യു, അതുപോലെ അർജുൻ അശോക്, വിശാഖ് നായർ, ഇവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവർ. ഇവരെ കൂടാതെ ഒട്ടനവധി പുതുമുഖ താരങ്ങളും ഒട്ടനവധി യുവതാരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിത്രത്തിൻ്റെ വലിയൊരു റിലീസാണ് വരുന്നത്. ജനുവരി 22-നാണ് ചിത്രത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇൻ സിനിമാസ് ഫ്രം ജാനുവരി 22 അങ്ങനെ കണ്ടത്. ജനുവരി 22 ഓർമ്മ, അതോ ജനുവരി 21. അപ്പോൾ ഏതായാലും ചിത്രം വരികയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളാരും ജനുവരി 22-നാണ് വ്യാഴാഴ്ചയാണ് ചിത്രത്തിൻ്റെ റിലീസ് വരുന്നത്. എന്തായാലും ആ സിനിമയ്ക്ക് വലിയ ഹൈപ്പാണുള്ളത്. കാരണം മമ്മൂക്കയാണ്, അറിയാലോ. മമ്മൂക്കയുടെ ഒരു പ്രസൻ്റായിട്ടുള്ളൊരു ലുക്ക് നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു തരത്തിലുള്ള ഒരു ലുക്കിലായിരിക്കും അദ്ദേഹം എത്തുക എന്ന് പറയുന്നുണ്ട്. സ്റ്റൈലിഷ് ലുക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ്. ചിത്രത്തിൻ്റെ 100 രാജ്യങ്ങളിലോ മറ്റൊരു ചിത്രം ഇറങ്ങുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ സീരീസാണ് ചിത്രത്തിൻ്റെ സംഗീതം, അതിൻ്റെ അവകാശങ്ങളൊക്കെ കോപ്പിറൈറ്റൊക്കെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സംഗീതം ചെയ്തിരിക്കുന്നതാകട്ടെ മലയാളത്തിൽ ആദ്യമായിട്ട് ശങ്കർ ആൻഡ് ലോയ് കൂട്ടുകെട്ടിലുള്ള ആ ഒരു ത്രിമൂർത്തികളുടെ കൂട്ടുകെട്ടിൽ വരുന്ന മനോഹരമായിട്ടുള്ള സംഗീതമാണ് ഒരുക്കുന്നത്. ഒപ്പം തന്നെ പാശ്ചാത്യ സംഗീതമാകട്ടെ നമുക്കറിയാം, പ്രമേഹം പോലുള്ള സിനിമകളിലെ മുജീബ് മജീദ്, ആ ഒരു ആ മനുഷ്യൻ, നമ്മുടെ ആളുടെ പേര് അങ്ങനെയാണെന്നുണ്ട് ഓർമ്മ, മുജീബ് മുഹമ്മദോ മുജീബ് മജീദോ അങ്ങനെ പേരാണല്ലേ. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ കിടിലൻ ആ പാട്ടുകളൊക്കെ നമുക്കറിയാമല്ലോ, നിലാക്ക എന്നൊക്കെ പാട്ടൊക്കെ, ആ ഒരു പാട്ടൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കളങ്കാവിൻ്റെ ആ ഒരു സംഗീതമൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു പുലിക്കുട്ടിയാണെന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാശ്ചാത്യ സംഗീതമാണ് സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടത്. മാത്രമല്ല കലൈ കിങ്സിൻ്റെ കിടിലൻ ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നവരും ഇതുപോലെ തന്നെ എല്ലാം ഫ്രഷായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സിനിമ ഒരു 100 കോടിയിലേക്ക് നല്ല രീതിയിൽ വരികയാണെങ്കിൽ 100 കോടിയൊക്കെ എടുക്കാൻ പറ്റാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ കേട്ടോ. അത്യാവശ്യം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ആവറേജിന് മുകളിലേക്ക് ഒരു അഭിപ്രായം സിനിമയ്ക്ക് കിട്ടിയാൽ അത് ഷുവർ ബെറ്റാണ് 100 കോടി. 2026 ഏറ്റവും വലിയ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു റിലീസ് എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ കരുതാം. ജനുവരി 9 നമ്മുടെ ജനനായകൻ എന്ന വിജയുടെ സിനിമ വരുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയിലായിരിക്കും ഈ ഒരു സിനിമ. മമ്മൂക്കയും കുഞ്ഞു പിള്ളേരും കൂടി, അങ്ങനെ വേണം പറയാം, മമ്മൂക്കയും പിള്ളേരും കൂടി തകർക്കാൻ എത്തുകയാണ്. ചത്ത പച്ച എന്ന സിനിമ ഗംഭീര വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. മമ്മൂക്കയും കൂട്ടരും നമ്മളെ വിസ്മയിപ്പിക്കുമോ, അതോ നമ്മളെ നിരാശപ്പെടുത്തുമോ, അതോ നമ്മളെ കയ്യടിക്കാൻ പ്രേരിപ്പിക്കുമോ? എന്തായാലും ഒരു ആക്ഷൻ പാക്ഡ് സിനിമയാണ്. അത് വലിയ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നുണ്ട്. കാത്തിരിക്കാം ചത്ത പച്ച എന്ന സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുകയാണ്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.